വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ ഒക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്ന ആ കാര്യത്തെക്കുറിച്ചാണ്. മാർപ്പാപ്പ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ് നിർമ്മിത ബുദ്ധി. എല്ലാ രംഗങ്ങളിലും അതിൻ്റെ ഉപയോഗം കടന്നു വന്നിട്ടുണ്ട്. അത് നല്ലതാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത്, പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ, രോഗികളെ ചികിത്സിക്കുന്ന തരത്തിൽ, അങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ ഇത്, മാധ്യമ രംഗങ്ങളിൽ ഇതെല്ലാം അങ്ങേയറ്റം ഉപകാരപ്രദമായ കാര്യമാണ്. എന്നാൽ അവിടെ മനുഷ്യൻ അതിന് അടിമയായി തീരത്തക്ക രീതിയിലുള്ള നിലപാടുകൾ വരുമ്പോൾ, എല്ലാം യന്ത്രം തീരുമാനിക്കുന്നു, അതനുസരിച്ച് പോകുന്നു എന്ന് വരുമ്പോൾ കുറേ കൃത്യതയൊക്കെ വരുമെങ്കിലും മനുഷ്യൻ്റേതായ ചോദനകൾ, വികാരങ്ങൾ, അവൻ്റെ സ്നേഹം, അവൻ്റെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, മഹത്വം, ഇതിനെല്ലാം കോട്ടം തട്ടുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. അതിൽ നമ്മൾ വളരെ വിവേകപൂർവം പ്രവർത്തിക്കണം, വിവേചിക്കലുണ്ടാകണം എന്ന കാര്യം പറയാനാണ് പരിശുദ്ധ പിതാവ് ശ്രമിക്കുന്നത്. അദ്ദേഹം മാർപ്പാപ്പ ആയപ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ വ്യാവസായിക വിപ്ലവം ലോകത്തിന് നൽകിയ പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അന്നുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിലാണ് മഹാനായ ലയോ 13 മാർപ്പാപ്പ റേരിൻ നോവാരും തുടങ്ങിയ ചാക്രിക ലേഖനങ്ങളിലൂടെ ലോകത്തെ പ്രബോധിപ്പിച്ചത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് മാർപ്പാപ്പ നിർമ്മിത ബുദ്ധിയുടെ ഈ കാലഘട്ടത്തിൽ അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ്, ലോകം ഒത്തൊരുമിച്ച് ചിന്തിച്ച് വേണ്ട പരിവർത്തനം വരുത്താനാണ് മാർപ്പാപ്പ ഈ രേഖ എഴുതിയിരിക്കുന്നത്. ലോകം പൊതുവെ ഇതേക്കുറിച്ച് ഭാവാത്മകമായി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത് എന്നത് വളരെ സന്തോഷമാണ്. മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം മാർപ്പാപ്പയുടെ രേഖയെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, അതിൻ്റെ ഒരല്പം ചരിത്രപരമായിട്ടാണ് പറഞ്ഞത്. നമുക്ക് ആ ചിന്തകൾ തുടരാം. മാർപ്പാപ്പ പറയുന്നു, ഐക്യദാർഢ്യം, സാമൂഹിക നീതി, സർവജന അവകാശം തുടങ്ങിയ ക്രിസ്തീയ സാമൂഹിക തത്വങ്ങൾ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ഈ രേഖ എഴുതുന്നത്. ഐക്യദാർഢ്യം, എല്ലാ മനുഷ്യരും തമ്മിലുള്ള ഐക്യദാർഢ്യം, സോളിഡാരിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ്. സാമൂഹിക നീതി, ഉള്ളവനും ഇല്ലാത്തവനും, പാവപ്പെട്ടവനും പണമുള്ളവനും സമ്പന്നനും ഒക്കെ തമ്മിലുണ്ടാകുന്ന ഒരു സാമൂഹിക നീതിയുണ്ട്. എല്ലാവർക്കും ജീവിക്കാനുള്ളതുണ്ടാകുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അതെല്ലാം ഇവിടെ ഇല്ലാതായി പോകുന്നു, അതിനെ അവഗണിക്കപ്പെടുന്നു എന്ന ചിന്തയുള്ളത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ആ കാര്യം പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്തീയ സാമൂഹികത, അതിൻ്റെ തത്വങ്ങളൊക്കെ മുറുകെ പിടിപ്പിക്കാനും അത് വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. സാങ്കേതിക പുരോഗതിക്ക് നൈതിക ഉത്തരവാദിത്വമുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നീതിയുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്, നൈതിക ഉത്തരവാദിത്വം. അത് വിസ്മരിക്കപ്പെടാനുള്ള സാധ്യത ഏറെയായി നമ്മുടെ അനുഭവത്തിൽ കാണുന്നു എന്ന് മാർപ്പാപ്പ പറയുന്നു. അതുപോലെ തന്നെ ആത്മീയ ജ്ഞാനം മനുഷ്യന് അനിവാര്യമായ കാര്യമാണ്. അത് ചൂണ്ടിക്കാട്ടാനും മാർപ്പാപ്പ ഇവിടെ ശ്രദ്ധിക്കുന്നു. ഈ ലേഖനം വിശ്വാസികൾക്ക് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. സാമൂഹ്യ പ്രബോധനം എപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് സന്മനസ്സുള്ള എല്ലാ മനുഷ്യർക്കുമാണ്. നമുക്ക് ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ. സന്മനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ച മാലാഖമാരുടെ ഗീതം പോലെയാണ്.
ദൈവത്തിൻ്റെ ഗീതമാണല്ലോ അത്. ഇവിടെ സന്മനസ്സുള്ള എല്ലാവരെയും ഈ കാര്യങ്ങൾ ചിന്തിക്കാനും വിളിക്കുകയാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതുപോലെ ചെയ്ത ഒരു കാര്യമാണ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനം. ലോകമേറെ ശ്രദ്ധിച്ചതാണ്. ലോകത്തിൻ്റെ പരിസ്ഥിതി വേണ്ട രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് ചിന്തിച്ചില്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു രേഖയായിരുന്നു അങ്ങേക്ക് സ്തുതി, ദൈവമേ അങ്ങേക്ക് സ്തുതി. ദൈവം, എൻ്റെ പേര് ലൗദാത്തോ സി എന്ന ആ ചാക്രിയ ലേഖനം, അതും ചാക്രിയ ലേഖനമാണ് മാർപ്പാപ്പ എഴുതിയത്. അതുപോലെ തന്നെ ആ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ സാങ്കേതിക പുരോഗതിയുടെ ഈ കാലത്ത് മാർപ്പാപ്പ ഈ രേഖ നമുക്ക് പരിചിന്തനത്തിനായി തരുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ആഗോള ആഹ്വാനം എന്ന നിലയിൽ നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യ മഹത്വം, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു വാക്കിതാണ്, ഈ രേഖ തന്നെ അതാണല്ലോ, മനുഷ്യ മഹത്വം, സഹോദര സ്നേഹം. അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ വളരെ ശക്തമായി ലോകത്തിന് നൽകിയ കാര്യമാണ്. ഒരു സഹോദരത്വം, മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ് എന്ന ആ ഒരു ചിന്ത. കരുണ, ഈ വലിയ മൂല്യം, സ്നേഹം അതുപോലെ തന്നെ എന്നിവയെ കേന്ദ്രമാക്കി ഒരു പുതിയ സ്നേഹ സംസ്കാരം പടുത്തുയർത്താനാണ് ലോകത്തോട് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. ഈ രേഖയുടെ ഒരു ലക്ഷ്യം അതാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഒരു സാർവത്രിക ആഹ്വാനമാണിത്. മനുഷ്യമഹത്വം, സാഹോദര്യം, കരുണ, സ്നേഹം, ഇതൊക്കെയാണല്ലോ ഏറ്റവും വലിയ മാനുഷിക ഗുണങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിനെ കേന്ദ്രമാക്കി ഒരു പുതിയ സ്നേഹ സംസ്കാരം ഉണ്ടാകണം. മരണ സംസ്കാരത്തിൻ്റെ സ്ഥാനത്ത്, വെറുപ്പിൻ്റെ സ്ഥാനത്ത്, യുദ്ധങ്ങളുടെ സ്ഥാനത്ത്, വിദ്വേഷത്തിൻ്റെ സ്ഥാനത്ത്, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു വലിയ സ്നേഹ സംസ്കാരമാണ്. ഈ ചാക്രിയ ലേഖനത്തിൻ്റെ ഘടനയും ഉള്ളടക്കവും ഞാൻ ഹ്രസ്വമായി പറയാം. 2026 മെയ് 15 ഒപ്പുവെച്ചത്. അത് 25 പ്രസിദ്ധീകരിച്ചത്, മെയ് 25. അതുകൊണ്ട് ഈ ചാക്രിക ലേഖനത്തിന് 25 പ്രസിദ്ധീകരിച്ച ഈ ചാക്രിയ ലേഖനത്തിന് ഒരാമുഖമുണ്ട്, ഒരു ഉപസംഹാരമുണ്ട്. അതുകൂടാതെ 5 അധ്യായങ്ങളായി അവനെ ക്രമീകരിച്ചിരിക്കുകയാണ് മാർപ്പാപ്പ. 245 ഖണ്ഡികകളുണ്ട്. ഒരു ശാസ്ത്രീയമായിട്ടൊരു പുസ്തകത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്ന കാര്യമാണ്. ഈ പ്രബോധന രേഖയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സഭാപിതാക്കന്മാരിൽ നിന്നും, നമ്മളൊരു കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പ്രബോധനം നടത്തുമ്പോൾ അത് ബൈബിൾ അധിഷ്ഠിതമായിരിക്കണം. പാരമ്പര്യം, പ്രത്യേകിച്ച് ആദിമകാല പിതാക്കന്മാർ അതേപ്പറ്റി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ തൻ്റെ മുൻഗാമിയിൽ നിന്ന് ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുൻഗാമികൾ സാമൂഹ്യ പ്രബോധനം നൽകിയിട്ടുണ്ട്, സാമൂഹ്യ തത്വങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നുള്ള നിരവധി ഉദ്ധരണികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് പറയുന്നത്, ചാക്രിയ ലേഖനത്തിൻ്റെ അവതാരിക ഭാഗത്ത് മാർപ്പാപ്പ ഇന്നത്തെ ലോകം നേരിടുന്ന സാങ്കേതികവും മാനവികവുമായ വലിയ മാറ്റങ്ങളെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗം അതാണ് മാർപ്പാപ്പ ഇവിടെ. അതുകൊണ്ട് അത് വായിക്കണം. എനിക്കത് മുഴുവനും വിശദീകരിച്ച് പോകാനായിട്ട് സാധിക്കില്ല. ഒരു പ്രബോധനം മുഴുവനും ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളെ അതിലേക്ക് ഒന്ന് ക്ഷണിക്കുകയും ഒന്ന് പരിചയപ്പെടുത്തുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് ലോകം നേരിടുന്ന സാങ്കേതികവും മാനവികവുമായ വലിയ മാറ്റങ്ങളെ അദ്ദേഹം ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അത് അവതരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധിയെപ്പറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന പുതിയ ചരിത്രഘട്ടമായി പാപ്പ അതിനെ അവതരിപ്പിക്കുകയാണ്. ഒരു പുതിയ ഘട്ടമായിരിക്കുന്നു നമ്മൾ ഇന്ന് ലോകം എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഒരു അത്തിച്ചു എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ സൃഷ്ടിപരമായ കഴിവുകളുടെ
ഫലമാണ് എന്ന് മാർപ്പാപ്പ നമ്മോട് പറയുന്നു. അവ വലിയ സാധ്യതകൾ തുറക്കുന്നതാണെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ ആമുഖമായി അത് മാർപ്പാപ്പ ഈ പറയുന്നത് ഈ അവതാരികയിലാണത് പറയുന്നത്, ആമുഖത്തിലാണത് പറയുന്നത്. അത് അംഗീകരിക്കുമ്പോഴും മനുഷ്യമഹത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ അവ ഉപയോഗിക്കപ്പെടുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് മാർപ്പാപ്പ ആമുഖത്തിൽ ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന ക്രിസ്തീയമായ സത്യം, അതാണല്ലോ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അത് ഈ മുഴുവൻ ലേഖനത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അടിസ്ഥാനത്തിലാണ് മാർപ്പാപ്പ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവതാരികയിൽ പാപ്പ മഹത്തായ മനുഷ്യകുലം എന്ന ആശയം അവതരിപ്പിക്കുന്നു. മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ ബുദ്ധിശക്തിയിലോ സാങ്കേതിക കഴിവുകളിലോ മാത്രമല്ലെന്ന് മാർപ്പാപ്പ പറയുന്നു. മറിച്ച് സ്നേഹിക്കാനും, ഇതാണ് പ്രധാനം, ബന്ധങ്ങൾ സ്ഥാപിക്കാനും സത്യവും നന്മയും അന്വേഷിക്കാനും കഴിയുന്ന ദൈവദത്തമായ ഒരു വിളിയാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. ഇത് ക്രിസ്തീയ കാഴ്ചപ്പാടാണ്, വളരെ വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടാണ്, ഏവർക്കും സ്വീകാര്യമായ കാഴ്ചപ്പാടാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ദർശനം തെറ്റിപ്പോയാൽ പലതും തെറ്റിപ്പോവും. അവനെ അപ്ലൈ ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് തെറ്റിപ്പോകും. ഇവിടെ നമ്മൾ കാണുകയാണ് മാർപ്പാപ്പ പറയുന്നത് നോക്കി, മനുഷ്യൻ്റെ പ്രത്യേകത സ്നേഹിക്കാനുള്ള കഴിവ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹമാണ് മനുഷ്യകുലത്തെ നിലനിർത്തുന്നത്. അപ്പം സ്നേഹിക്കാനുള്ള കഴിവ്, ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ്, മറ്റു വ്യക്തികളെ വ്യക്തികളായി കണ്ടുകൊണ്ട് ഉപഭോഗ വസ്തുക്കളായിട്ടല്ല, നല്ല ബന്ധം, സ്നേഹബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്, സത്യവും നന്മയും, ഇതാണല്ലോ മനുഷ്യന് നന്മയായി അനുഗ്രഹമായി ഭവിക്കുന്നത്. അത് അന്വേഷിക്കുന്നതിനും കഴിയുന്ന ദൈവദത്തമായ വിളിയാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത് എന്നത് നമ്മൾ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പം കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്നത് വഴി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. യന്ത്രത്തിന് വികാരമില്ല, സ്നേഹമില്ല. അവന് കണക്ക് കൊടുക്കുന്നു, കണക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ വിലയിരുത്തി ഇത് ചെയ്യാൻ പറയുന്നത് അത് വലിയ അപകടമാണ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കൃത്രിമ ബുദ്ധി മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങളെ അനുകരിക്കാമെങ്കിലും, മനുഷ്യൻ ചെയ്യുന്നുണ്ട്, മനുഷ്യന് അത് പറഞ്ഞു കൊടുത്താൽ ആ യന്ത്രം അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിലും മനുഷ്യ ഹൃദയത്തിൻ്റെ ആത്മീയതയും നൈതിക ഉത്തരവാദിത്വവും അതിന് പകരം വയ്ക്കാനാവില്ല എന്ന് മാർപ്പാപ്പ ഉറപ്പിച്ചു പറയുന്നു. അത് ശരിയല്ലേ? നമുക്കറിയാം, യന്ത്രത്തിന് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. മനുഷ്യന് കുറവുണ്ടെങ്കിൽ പോലും മനുഷ്യനേക്കാൾ ഇഫക്റ്റീവായിട്ട് ചിലപ്പോൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കും, ശരിയാണ്. കൂടുതൽ കാര്യങ്ങൾ മനുഷ്യന് മുഴുവൻ കണക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യത്തിൻ്റെ പരിമിതി അതാണ്. ആ പരിമിതിയിലാണ് അവൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത്. ദൈവികമായ ശക്തിയിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് പങ്കുചേർന്നുകൊണ്ടേ അവന് ഈ ലോകത്ത് നന്നായിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ സാങ്കേതിക വിദ്യ മനുഷ്യനെ സേവിക്കേണ്ടതാണ് എന്നതാണ് പ്രധാനം. മനുഷ്യൻ സാങ്കേതിക സംവിധാനങ്ങളുടെ അടിമയായി തീരരുത് എന്ന് ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ദരിദ്രരും ബലഹീനരുമായ ആളുകൾ ഡിജിറ്റൽ ലോകത്തിൽ പുറംതള്ളപ്പെടാതിരിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം സഭയും ലോക സമൂഹവും ഏറ്റെടുക്കണമെന്നതാണ് മാർപ്പാപ്പയുടെ നിലപാട്. അപ്പം അതാണ് ഈ സാങ്കേതിക വിദ്യയും കയ്യിൽക്കൊള്ളവൻ കാര്യക്കാരനാകും എന്നും അങ്ങനെയാണല്ലോ. എന്തെങ്കിലും അവന് സ്വന്തമായിട്ടുള്ളത്, അവൻ്റെ കയ്യിലുള്ളത്, അവൻ്റെ കീഴിലുള്ളത് വെച്ച് അവൻ മറ്റുള്ളവരെ മുഴുവൻ, പാവപ്പെട്ടവരെ, അതാണൊരു പ്രശ്നം, ദരിദ്രരെ, കഴിവ് കുറഞ്ഞവരെ, അവരെയെല്ലാം ഇല്ലാതാക്കുന്ന, അവർക്ക് നീതി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതാണ് സത്യത്തിൽ സമൂഹവും സഭയും എല്ലാം ലോകരാഷ്ട്രങ്ങളും ഒന്നിച്ചു നിന്ന് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ചെയ്യേണ്ടതായി വരുന്നത്. ഈ ഭാഗത്താണ് സഭയുടെ ദൗത്യത്തെയും കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഈ ഭാഗത്ത് തന്നെ പറയുന്നത്. അപ്പോൾ ആമുഖ കാര്യങ്ങളാണ് മാർപ്പാപ്പ
അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നീട് 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 5 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു, 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് സുവിശേഷത്തോട് വിശ്വസ്തമായ ഒരു ചലനാത്മകമായ സമീപനം നമുക്കുണ്ടാകണമെന്ന് പറയുകയാണ്. എ ഡൈനമിക് അപ്രോച്ച് ഫെയ്ത്ത്ഫുൾ ടു ദ ഗോസ്പൽ. അതാണ് മാർപ്പാപ്പ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് വളരെ പ്രധാനമാണ്. സുവിശേഷം നൽകുന്ന ഒരു വസ്തുനിഷ്ഠത നമുക്കറിയാമല്ലോ, മറ്റെങ്ങും നമുക്ക് ലഭിക്കുന്നില്ല. ഈശോയുടെ വാക്കുകളിലും പ്രബോധനങ്ങളിലും ലഭിക്കുന്നത്. ആദ്യ അധ്യായത്തിൽ സമീപകാല പാപ്പാമാരുടെ സഭാധികാര പ്രബോധന രേഖകൾ മാർപ്പാപ്പ നന്നായിട്ട് എടുത്തു കാട്ടുന്നുണ്ട്. സഭയുടെ സാമൂഹിക പ്രബോധന രേഖകൾ. ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ഏതാനും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അത് മാർപ്പാപ്പ ഇവിടെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ പാപ്പായും അവരുടെ സംഭാവനകളെയും അവരുടെ പ്രധാനപ്പെട്ട രേഖകളെയും പരിശോധിക്കുന്നതിന് മാർപ്പാപ്പ ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ സഭയുടെ ഒരു പരമ്പരാഗതമായ പ്രബോധനങ്ങളുടെ ഒരു തുടർച്ചയായി ഇത് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിനുള്ളിൽ സഭ എങ്ങനെ നിലനിൽക്കുന്നു എന്നും മാർപ്പാപ്പ ഇവിടെ പറയുകയാണ്. ചരിത്രത്തിനുള്ളിൽ ലോകവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ കൂടി വ്യക്തമാക്കുവാൻ 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സഭയുടെ സാമൂഹിക പ്രബോധനം വെറും ഒരു ലൗകിക കാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും, ചിലപ്പോൾ വിമർശനമുണ്ടാകാം. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഈ തത്വങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സഭയ്ക്ക് അതിനുള്ള ഒരു അവകാശമുണ്ട്, ദൗത്യമുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്ന സഭ ലോകത്തെ മുഴുവനും നന്മയിലേക്ക് നയിക്കേണ്ടതാണ്, അതിൻ്റെ വെളിച്ചം നൽകേണ്ടതാണ്. അത് പ്രബോധനത്തിലൂടെയാണ്. സഭയെപ്പറ്റി നമ്മൾ പറയില്ല, അവൾ മാത്തറത്ത് മജിസ്ത്ര എന്നാണ് പറയുന്നത്. അവൾ അധ്യാപികയാണ്, അതേസമയം തന്നെ അമ്മയുമാണ്. ഈ 2 ദൗത്യങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് സഭ ലോകത്ത് ജീവിക്കേണ്ടത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ തൊട്ട് നമുക്കറിയാം, സഭയുടെ പ്രബോധനങ്ങളിൽ അത് കാണും. സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ അത് വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പഠന വിഷയമാകേണ്ടതാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത്. സഭ ലോകത്തിൽ സമസ്ത മനുഷ്യ കുടുംബത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലും പഠിപ്പിച്ച കാര്യമാണിത്. സഭ ലോകത്തിൽ സമസ്ത മനുഷ്യ കുടുംബം മുഴുവൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നു. ഇന്നത്തെ ചോദ്യങ്ങളെയും വെല്ലുവിളികളെയും കേൾക്കലിൻ്റെയും സംവാദത്തിൻ്റെയും സേവനത്തിൻ്റെയും തൻ്റെ പ്രത്യേക വിളി നിറവേറ്റേണ്ട സാഹചര്യമായി അവൾ തിരിച്ചറിയുന്നു. നമ്മൾ ഓർക്കണം, ഇന്നത്തെ ചോദ്യങ്ങളെയും വെല്ലുവിളികളെയും നമ്മൾ ശ്രവണത്തിൻ്റെയും അതുപോലെ തന്നെ സംഭാഷണത്തിൻ്റെയും സേവനത്തിൻ്റെയും ആയിട്ടുള്ള തൻ്റെ പ്രത്യേക വിളിയെ നിറവേറ്റേണ്ട ഒരു സാഹചര്യമായി കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ ഈ രേഖ എഴുതുന്നത് എന്ന് പറയുകയാണ്. സമകാലിക സ്ത്രീ പുരുഷന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കാൻ സഭയ്ക്ക് അവകാശമുണ്ട്, അത് ശ്രദ്ധിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. മനുഷ്യജീവിതത്തിൽ സഭയുടെ ഈ പങ്കാളിത്തം, മനുഷ്യജീവിതത്തിൽ തൻ്റെ ദൗത്യത്തിന് ചരിത്രപരമായ വ്യാപ്തിയുണ്ടെന്നും സാമൂഹിക ബന്ധങ്ങൾ എങ്ങനെ നിർണയിക്കപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും സഭയെ കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഞാൻ പറഞ്ഞു മാർപ്പാപ്പ പറയുകയാണ്, മാർപ്പാപ്പ ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് പറയുന്നത്. തൻ്റെ ദൗത്യത്തിൽ ചരിത്രപരമായ വ്യാപ്തിയുണ്ട്, സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതുമായി
ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുണ്ടെന്നും സഭ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നു. അവൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് ഈ പ്രബോധനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളോട് സഭ അന്യയായി നിൽക്കാൻ അവൾക്ക് കഴിയില്ല. ലോകത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളോട് ന്യൂട്രലായി നിൽക്കാൻ പറ്റില്ല, മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ നേർവഴി കാണിച്ചു കൊടുക്കാനുള്ള തൻ്റെ പങ്കു വഹിക്കണം എന്നതാണ്. മറിച്ച് സമൂഹം വളരുകയും സംഘടിതമാവുകയും ചെയ്യുന്ന പ്രക്രിയകളിൽ സഭ സജീവമായി പങ്കെടുക്കുകയും കൂടുതൽ നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ ലോക സൃഷ്ടിക്കു വേണ്ടി തന്നെ സമർപ്പിക്കാൻ അവൾ കടപ്പെട്ടിരിക്കുന്നു. അതാണ് പരിശുദ്ധ പിതാവ് 1-ാം അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമുക്ക് പ്രത്യേകം ഓർക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ രേഖ വായിക്കണം. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാർപ്പാപ്പമാർ ഈ രേഖ എഴുതുന്നത്, ചാക്രിക ലേഖനം എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് സൈക്കിളാണ്. സൈക്ലിക്കായി പോയി എല്ലായിടത്തും എത്തുക എന്നതാണ്. പലപ്പോഴും ഇത് വായിക്കേണ്ട നമ്മൾ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചതും അവർക്കാണല്ലോ കൂടുതൽ ഒരു ഉത്തരവാദിത്വം ഉള്ളത്. ഇത് വായിക്കേണ്ടതാണ്. പലപ്പോഴും അത് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ദുഃഖകരമാണ്. നമുക്ക് പഠിക്കാനുള്ളൊരു പ്രചോദനമാകട്ടെ ഇത് വായിക്കാനും. സഭയുടെ സാമൂഹിക പ്രബോധനം ഈ കാലഘട്ടത്തിൽ നല്ലൊരു ലോകത്തെ, ദൈവരാജ്യത്തെ, പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും സൃഷ്ടിച്ചെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. അത് കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സഭ അത് കൃത്യമായി ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളിൽ അത് കാണുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെയർ തന്നെ സാമൂഹ്യ പ്രബോധനങ്ങളെക്കുറിച്ച് നടത്തുകയുണ്ടായി. അത് ലോകത്തിൻ്റെ ക്രമത്തിൽ നന്മയുടെ വഴി കാണിച്ചു കൊടുക്കാൻ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് ചെയ്തത്. നമുക്കത് ഓർക്കാം. സഭയുടെ സാമൂഹ്യ പ്രബോധനം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് അതുണർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാകാൻ, കൂടുതൽ നന്മ നിറഞ്ഞൊരു ലോകത്തിലേക്ക് പോകാൻ, സമതുലിതമായൊരു ലോകം, സാമൂഹ്യ നീതിയുള്ളൊരു ലോകം, എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുന്നതിന് നമ്മളും ബദ്ധശ്രദ്ധരാകേണ്ടതാണ്, കമ്മിറ്റഡ് ആകേണ്ടതാണ്. അതിന് ഈ രേഖയുടെ പഠനം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മാർപ്പാപ്പയുടെ ഈ പ്രബോധന രേഖ വീണ്ടും തുടരുന്നു. നമ്മൾ 1-ാം അധ്യായം മാത്രമേ വരെ പറഞ്ഞുള്ളൂ. അടുത്ത അധ്യായത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റ് അധ്യായങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് ശ്രമിക്കാം.